ഹലോ, ഐ ആം സിനുഷാൻ. വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. യോക്കിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്കേർട്ടിൻ്റെ ഭാഗം താഴെ ഒരു 1/4 ഇഞ്ച് നല്ല ഭാഗത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഈ ഭാഗത്താണ് നമ്മൾ ലേസൊക്കെ വെച്ച് കൊടുക്കേണ്ട ഭാഗം. അപ്പോൾ അതിന് മുന്നേ ഒരൊറ്റ മടക്കിയിട്ട് 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലേസ് മേലെയാണ് വെച്ച് കൊടുക്കുക. നമുക്ക് നെറ്റിൻ്റെ ഒരു പീസാണ് ലേസായിട്ട് യൂസ് ആക്കുന്നത്. നെറ്റിൻ്റെ അത് കട്ട് ചെയ്തിട്ട് പ്ലീറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ യോക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 2 ഭാഗം ചെയ്തെടുക്കണം കേട്ടോ. 2 പീസുണ്ട് നമ്മുടെ, രണ്ടും ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിന് ശേഷം മേലെ നല്ല ഭാഗങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലേസിൻ്റെ നല്ല ഭാഗവും ക്ലോത്തിൻ്റെ നല്ല ഭാഗവും കൂടി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് മറിച്ച് വെച്ചിട്ട് മേലടി കൊടുക്കണം കേട്ടോ. എന്നാലേ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. കറക്റ്റ് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മേലടി അടിച്ചു കൊടുക്കാം. ഒരൊറ്റ സ്റ്റിച്ച് മതി കേട്ടോ എല്ലായിടത്തും. മേലടി കൊടുത്തതിന് ശേഷം നമുക്ക് 2 പീസും കൂടി ജോയിൻ ചെയ്യാം കേട്ടോ. മേലത്തെ പീസും താഴത്തെ പീസും അങ്ങനെ. അടിയിലത്തെ പീസ് 8 ഇഞ്ചാണ്, മേലത്തെ 6 ഇഞ്ചാണ് കേട്ടോ. ഓക്കെ, ഇനി അരവണ്ണം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം യോക്ക് പീസും സ്കേർട്ടിൻ്റെ പീസും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാവാടയുടെ ഭാഗത്തെ യോക്കിൻ്റെ ഭാഗത്തെയും സെൻറ്റർ ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നല്ല ഭാഗങ്ങൾ ഉൾവശത്താക്കി സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സെൻറ്ററിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഫ്രോക്കിൻ്റെ സൈഡിൽ വെക്കാനുള്ള വള്ളി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അതുവരെയ്ക്കും ഓക്കെ, ബൈ ബൈ.